സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശങ്ങളുമായി SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്. 2019 വീഴ്ചകൾ അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചു. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിലവിലെ അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശങ്ങൾ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുണ്ട് എന്നുള്ള നിർണായകമായ വിവരം പുറത്തുവരികയാണ്. 2019 വീഴ്ചകൾ അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചു എന്നുള്ളതാണ് SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2025 ദ്വാരപാലക പാളിയിൽ പൂശാൻ കൊണ്ടുപോയതിലും ദുരൂഹതയുണ്ടെന്നും SIT സംഘം പറയുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ മതിയായ സാങ്കേതിക തികവില്ല എന്ന് പറഞ്ഞ കമ്മീഷണർ ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് മാറ്റി പറഞ്ഞുവെന്നും അറിയിച്ചിട്ടുണ്ട് കോടതിയിലെന്ന് മനസ്സിലാക്കുന്നു. നിലവിലെ അന്വേഷണത്തിൽ കോടതി എന്തായാലും തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ളത്? വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് നിലവിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് അടച്ചിട്ട മുറിയിലായിരുന്നു ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ടുള്ള വാദം കേട്ടത്. അതിന് പിന്നാലെ പുറത്തുവന്ന റിപ്പോർട്ടിൽ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ, പരാമർശങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വം മിനിറ്റ്സ് പിടിച്ചെടുക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. പിടിച്ചെടുക്കുന്ന ദേവസ്വം മിനിറ്റ്സ് അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. ഒപ്പം കോടതിയുടെ രജിസ്ട്രിയിലും സൂക്ഷിക്കണമെന്ന് പറയുന്നു. 2019 ദ്വാരപാലക സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട അതിഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. പല ഉദ്യോഗസ്ഥരും ഈ ക്രമക്കേടുകൾ അറിഞ്ഞിട്ടും മൗനം പാലിച്ചതായി സംശയിക്കുന്നുവെന്ന് SIT വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദ്വാരപാലക പാളി അതിന്റെ തൂക്കം നോക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് SITയുടെ പ്രാഥമികമായ കണ്ടെത്തൽ. അതിൽ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയും വളരെ ഗുരുതര സ്വഭാവമുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നു. ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്ന. ഗൂഢാലോചന കൃത്യമായി പുറത്തു വരണം, അതിൽ കൃത്യമായ അന്വേഷണം വേണം. നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി പറയുന്നു. ഒപ്പം 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടും ചില ദുരൂഹതകൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ക്രിയേഷൻസിൽ, അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ മതിയായ സാങ്കേതിക തികവില്ലെന്ന് പറഞ്ഞ ദേവസ്വം കമ്മീഷണർ പക്ഷേ ഒരാഴ്ചക്ക് ശേഷം ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാകുന്നില്ല എന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. അങ്ങനെ അടിമുടി ദുരൂഹത ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ പുറത്തു വന്ന പോലൊരു റിപ്പോർട്ടല്ല ഇത്. നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശങ്ങൾ SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഉണ്ടെന്നും മനസ്സിലാക്കുകയാണ്. വിവരങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.